ക്ഷേത്രത്തിനകത്ത് കത്തുന്ന നിലവിളക്കിൽ നിന്നും അല്പം എണ്ണയെടുത്ത് പുരട്ടേണ്ട കാര്യമേ ഉള്ളൂ. ആ നിമിഷം തന്നെ ഈ വ്രണങ്ങൾ ഇല്ലാതാവും. തിരുമേനി, എങ്കിൽ എത്രയും പെട്ടെന്ന് ആ എണ്ണയൊന്ന് എടുത്തു തരൂ. ഒരു അവസാന പരീക്ഷണമായി അതുകൂടി ഒന്ന് നോക്കാമല്ലോ. ഔഷധമായി എണ്ണ മതി. പക്ഷേ അത് തിരുമേനി പുരട്ടിയിട്ടോ സ്വയം പുരട്ടിയിട്ടോ പ്രയോജനമില്ല. പിന്നെ പുരട്ടിത്തരേണ്ടത് സ്വന്തം മാതാവാണ്. മാതാവിന്റെ ഭക്തി കൊണ്ട് മാത്രമേ ഈ രോഗം സുഖം പ്രാപിക്കുകയുള്ളൂ. എത്രയും പെട്ടെന്ന് അങ്ങയുടെ മാതാവിനോട് വരാൻ പറയൂ. അത് നടക്കില്ല. എന്തുപറ്റി? ലക്ഷണമനുസരിച്ച് അങ്ങയുടെ മാതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ എവിടെയാണെന്നറിയില്ല. ഓഹോ, അങ്ങയോടൊപ്പം കഴിയേണ്ട അങ്ങയുടെ മാതാവ് ഇപ്പോൾ എവിടെയാണെന്ന് അങ്ങേക്ക് അറിയില്ലെങ്കിൽ അതിനൊരു കാരണമുണ്ടാവുമല്ലോ. എന്താണ് കാരണം? വിശദമായി പറയാമോ? അത് പറയാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നമോസ്തുതേ. അമ്മേ ഭഗവതി, എന്താ? ആ സുശീലയും മകളും വന്നിട്ടുണ്ട്. എന്തിനാ? അങ്ങവരെ അവരുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? പാവങ്ങൾക്ക് തലചായ്ക്കാൻ ഒരിടമില്ല. മുതിർന്ന ഒരു പെൺകുട്ടിയും കൊണ്ട് ആ അമ്മ എവിടെ പോകും? എവിടെ പോയാലും സാരമില്ല. ഇങ്ങോട്ട് കടന്നു വരാൻ പാടില്ലെന്ന് ഞാൻ മുൻപേ പറഞ്ഞതാണല്ലോ. കണ്ടിട്ടേ പോകുന്ന അവര് പറയുന്നത്. ആവോളം സ്വത്തുണ്ടല്ലോ നമുക്ക്. എന്തിനാ പിന്നെ ആ പാവങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുന്നത്? അവരുടെ വീട് അവർക്ക് വിട്ടുകൊടുത്തൂടെ? എന്താ, ചക്രപാണിയെ ഭരിക്കണമെന്ന് വല്ല ഉദ്ദേശമുണ്ടോ ദമയന്തിക്ക്? പണം പലിശയ്ക്ക് കൊടുക്കുന്നതേ പുണ്യം കിട്ടാനല്ല. പറഞ്ഞ അവധിക്ക് പണം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ വീട് ഒഴിപ്പിച്ചെടുക്കും. അത് ചോദ്യം ചെയ്യാൻ നാടുവാഴി തമ്പുരാൻ പോലും നമ്മുടെ മുന്നിൽ വരില്ല. അതല്ല, ആ അമ്മയുടെയും മകളുടെയും കരച്ചിൽ കേട്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അടുക്കളയിൽ എന്താ ജോലിന്ന് വെച്ചാ അത് നോക്കുക. ദമയന്തിക്ക് അതാണ് ചേരുക. വന്നവരെ ഞാൻ പറഞ്ഞയച്ചോളാം. എന്ത് വേണം? തമ്പുരാൻ ദയവ് കാണിക്കണം. എനിക്ക് ഈ കുഞ്ഞിനെയും കൊണ്ട് പോകാനൊരിടമില്ല. ഞങ്ങളുടെ വീട് തിരിച്ചു തരാൻ ദയവുണ്ടാകണം. ഗതിയില്ലാത്തവർക്ക് മരിക്കാം. ആ, മരിക്കാനുള്ള മാർഗം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ പറയല്ലേ തമ്പുരാൻ. അമ്മയുടെ എല്ലാ ബന്ധുക്കളെയും വീട്ടിലേക്ക് പോയി. അവരാരും പഠിപ്പിച്ചില്ല. സ്വന്തം ബന്ധുക്കൾ നിങ്ങളെ സഹായിച്ചില്ല, പിന്നെ ഞാൻ സഹായിച്ചാലേ ദൈവം കോപിക്കില്ലേ? തമ്പുരാൻ, ചക്രപാണി പിടിച്ചെടുത്തതൊന്നും തിരിച്ചു കൊടുത്ത ചരിത്രമില്ല. അമ്മയും മകളെയും ഇനി ഈ പ്രദേശത്ത് കണ്ടുപോകരുത്. ഇനി ഈ വഴിക്ക് വന്നാൽ കരുത്തന്മാരായ സേവകർ ധാരാളമുണ്ട് ഈ ചക്രപാണിയുടെ പക്കൽ. അവരുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങളുടെ ഗതി എന്താവുമെന്ന് ഞാൻ പറയണ്ടല്ലോ. മാനം പോലും ഉണ്ടാവില്ല. അരുതങ്ങനെ പറയരുത്. കടന്നു പോകാൻ പറഞ്ഞതല്ലേ ഞാൻ, പിന്നെ എന്തിനാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്? കടന്നു പോകുന്നുണ്ടോ അതോ ഞാൻ പിടിച്ചിറക്കി വിടണോ? ശാപം കിട്ടും നിങ്ങൾക്ക്. എനിക്ക് ശാപം കിട്ടുമെങ്കിൽ ഈ നാട്ടിലെ സകല സമ്പന്നർക്കും ശാപം കിട്ടണം. പണക്കാരുടെ കൂടെയാണ് ദൈവം എപ്പോഴും. ദൈവത്തിനറിയാം ആരുടെ കൂടെ നിൽക്കണമെന്ന്. മനസ്സിലായോ?
എന്തു പറ്റി മക്കളെ? എന്തിനാ രണ്ടുപേരും കരയുന്നത്? ഞങ്ങൾ ചക്രപാണി തമ്പുരാനെ കാണാൻ പോയിട്ട് വരുന്നതാ. പണം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് തമ്പുരാൻ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഞങ്ങളിപ്പോ തെരുവിലാണ് കഴിയുന്നത്. മോള് മുതിർന്ന കുട്ടിയല്ലേ, എങ്ങനെ തെരുവിൽ കഴിയാൻ പറ്റുക? പേടിച്ചരണ്ടാണ് ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. ചക്രപാണി എന്തു പറഞ്ഞു? ഇനി ഈ ആവശ്യവും പറഞ്ഞു ചെന്നാ കൊല്ലുമെന്ന് പറഞ്ഞു. അമ്മയ്ക്കും എനിക്കും ചാകാനുള്ള മാർഗങ്ങളും ഉപദേശിച്ചു. ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ ഒരല്പം പോലും കുറയുന്നില്ല. ചെയ്തു കൂട്ടുന്ന ദുഷ്ടത്തരങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അവന്റെ മനസ്സ് മാറാൻ വേണ്ടിയാ നിത്യേന ഞാൻ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്. പറഞ്ഞിട്ട് എന്ത് ഫലം? കൂടി വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ പൊയ്ക്കോട്ടെ തമ്പുരാട്ടി. ഏതെങ്കിലും ഒരു തെരുവിൽ കിടന്ന് ഒടുങ്ങാനാവും വിധി. മാനം നഷ്ടപ്പെടുന്നതിന് മുൻപ് അതാണ് നല്ലത്. നിങ്ങൾ പോകാൻ വരട്ടെ. നിങ്ങളുടെ വീടിന്റെ താക്കോല് ഞാൻ എടുത്തു തരാം. അയ്യോ തമ്പുരാൻ, എന്റെ മോനല്ലേ അവൻ. അവനോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ. നല്ലൊരു മോള്. ഇവള് തെരുവിൽ കിടന്ന് അലയേണ്ടതല്ല. വരൂ. മോൻ എവിടെയുണ്ട് മോളെ? പൂജാമുറിയിലുണ്ട്. അല്ല, അമ്മ എന്തിനാ ഇവരെ കൂട്ടിക്കൊണ്ടുവന്നത്? ഇവരുടെ വീട് ഇവർക്ക് തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അത് ദൈവനിഷേധമാ. ഞാൻ പറഞ്ഞു, അപേക്ഷിച്ചു. എന്നോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. എത്ര ദേഷ്യപ്പെട്ടാലും സാരമില്ല. ഞാൻ പറഞ്ഞോളാം അവനോട്. ഇതാണോ നിങ്ങളുടെ വീടിന്റെ താക്കോല്? അതെ. കൊണ്ടുപോയിക്കോളൂ. അമ്മേ, ഇവരെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ ആരാ പറഞ്ഞത്? ഞാൻ ആട്ടിയിറക്കി വിട്ടവരെ തിരിച്ചു വിളിക്കാൻ അമ്മയ്ക്ക് എന്താണ് അധികാരം? അധികാരത്തിന്റെ കണക്ക് നമുക്ക് തമ്മിൽ പറയാം. ഇപ്പൊ ഇവര് പോട്ടെ. ഇപ്പൊ ഇത് ഇവർക്ക് കൊടുത്താ അതിനുള്ള കൂലി ദൈവം തരും. ഞാൻ പറയുന്നത് എനിക്കൊന്നും കേൾക്കണ്ട. ഈ താക്കോൽ എവിടെ നിന്നാണോ എടുത്തത് അവിടെ തിരികെ കൊണ്ടുവയ്ക്കുക. എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഇവരെ പെരുവഴിയിൽ നിന്ന് ഞാൻ വിളിച്ചുകൊണ്ട് വന്നത് ഇത് ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ. ഇത് ഞാൻ ഇവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും. ഈ താക്കോലിങ് തന്നിട്ട് മര്യാദയ്ക്ക് വീടിനകത്ത് കയറിപ്പോ. അല്ലെങ്കിൽ പ്രസവിച്ച അമ്മയാണെന്ന് പോലും ഞാൻ മാനിക്കില്ല. അമ്മേ, തിരിച്ചു കൊടുത്തേക്കണം. നീയൊന്നും മിണ്ടാതിരിക്കുക ദമയന്തി. കാണിക്കുന്ന ക്രൂരതകൾക്ക് എത്ര പേരുടെ കണ്ണീരെ ഉമ്മറത്ത് വീഴുന്നത്, എത്ര പേരെ ശാപം ചൊരിഞ്ഞു മടങ്ങി പോകുന്നത്. ഈ താക്കോല് ഞാൻ ഇവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും. ഇനി മുതൽ ഒരാളെ ദ്രോഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ ചുമന്ന വയറ്റിലാണല്ലോടാ നീ ചവിട്ടിയത്. ഈശ്വര, ഇവനെ രക്ഷിക്കണേ. ഈ പാപത്തിൽ ഇവനെ ശിക്ഷിക്കരുത്. കോടാനുകോടി ദേവതകളുടെ സംഗമം എവിടെയാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ: ജന്മം തന്ന മാതാവ്. മനുഷ്യന് കൈനീട്ടി തൊടാൻ പറ്റുന്ന ദേവത അതാണ് അമ്മ. ആ ദേവതയുടെ മടിയിൽ അവന് ശയിക്കാം. ആ
ദേവതയോട് കൊഞ്ചാം, കളിക്കാം. അമ്മയുടെ സ്ഥാനത്തിന്റെ മഹത്വം പറഞ്ഞാൽ തീരില്ല. മാതാപിതാ ഗുരു ദൈവം എന്നാണ്. മാതാവും പിതാവും ഗുരുവും കഴിഞ്ഞ് ഈശ്വരന് പോലും സ്ഥാനമുള്ളൂ. അങ്ങയുടെ കാലിന് ഈ ദീനം വന്നത് അമ്മയോട് ചെയ്ത ആ ഒരു പ്രവൃത്തി കൊണ്ട് മാത്രമാണ്. ഈ ലോകത്ത് എവിടെ പോയി ചികിത്സിച്ചാലും എത്ര ക്ഷേത്രങ്ങൾ കയറിയിറങ്ങിയാലും ആ മാതാവിന്റെ ക്ഷമ എന്ന മരുന്ന് കൊണ്ടല്ലാതെ ഇതിൽ നിന്നും അങ്ങയ്ക്ക് മോചനമില്ല. സമ്പത്തിനോടുള്ള ആസക്തി എല്ലാ ബന്ധങ്ങളെയും നിങ്ങളുടെ കണ്ണിൽ നിന്നും മറച്ചു. ഇതതിന്റെ ശിക്ഷയാ. ചക്രപാണിയുടെ അമ്മ ഈ നടിയിലെത്തി വിളക്കിൽ നിന്നും അല്പം എണ്ണയെടുത്ത് ഈ കാലിൽ പുരട്ടിയാൽ വേദന നിശേഷം മാറും. അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അമ്മ ഇപ്പോ എവിടെയാണെന്ന് പോലും എനിക്ക് അറിയില്ലല്ലോ. പുത്രദുഃഖത്താൽ വിഷമിക്കുന്നൊരമ്മയെ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നാം കണ്ടിരുന്നു. ഒരു മലയുടെ മുകളിൽ. പക്ഷേ ഒരു പ്രത്യേകത ഞാൻ അവരിൽ കണ്ടു. കടുത്ത ദ്രോഹങ്ങൾ ചെയ്ത മകന് വേണ്ടി അവരാ മലമുകളിലെ അമ്പലത്തിലിരുന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു. അതാകാം ചക്രപാണി താങ്കളുടെ മാതാവ്. എവിടെയാണ്? ഏത് മലയിലാണ്? ഇദ്ദേഹത്തിന് നടക്കാനാവില്ല. എത്ര കഠിനമായ ഇടത്തായാലും ഞാൻ പോയി കൂട്ടിക്കൊണ്ടു വന്നോളാം. അതുകൊണ്ട് കാര്യമില്ല. ചക്രപാണി തന്നെയാണ് പോകേണ്ടത്, അതും തനിച്ച്. ഈ അവസ്ഥയിൽ ആ മല കയറണം. അത് ചെയ്തു പോയ പ്രവൃത്തിക്കുള്ള പാപപരിഹാരം കൂടിയാണ്. എനിക്കെല്ലാം മനസ്സിലായി. അമ്മയെ ഞാൻ കൊണ്ടുവരും. ഇനി ഒരിക്കലും ഒരു കടുത്ത വാക്കുപോലും ഞാൻ എൻ്റെ അമ്മയ്ക്ക് നേരെ പ്രയോഗിക്കില്ല. യോഗിനി അമ്മ പറഞ്ഞതുപോലെ എന്റെ മാതാവിനെ ദേവതയുടെ സ്ഥാനത്ത് തന്നെ ഞാൻ കാണും. മനസ്സുകൊണ്ട് പൂജിക്കും. അമ്മേ ഭഗവതി, എനിക്ക് എന്റെ പെറ്റമ്മയെ കാണിച്ചു തരണേ അമ്മേ. ആ കാലിൽ വീണ് മാപ്പ് ചോദിക്കാനുള്ള ആരോഗ്യം എനിക്ക് കനിഞ്ഞരുളി തരണേ അമ്മേ. അമ്മേ ഭഗവതി. അമ്മേ ദേവി, അമ്മേ. മോനെ, എന്തു പറ്റി മോനെ? അയ്യോ, ചോര കളിക്കുന്നുണ്ടല്ലോ. എന്തു പറ്റി എന്റെ കുഞ്ഞിന്? എന്താ മോനെ? നീ എന്താ കാല് നിലത്ത് കുത്താത്തത്? അമ്മയെ ചവിട്ടിയ കാലാണ്. അതിനുശേഷം ഈ കാല് നിലത്ത് കുത്തിയിട്ടില്ല. അസഹ്യമായ വേദനയാണമ്മേ. എല്ലാ വൈദ്യന്മാരും കൈവിട്ടു. എനിക്കിനി മരിക്കാനേ പറ്റൂ. ഈ മലമുകളിൽ ഈ അമ്പലമുറ്റത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത് നിനക്ക് വേണ്ടിയാ. ഞാൻ തെറ്റുകാരനാണമ്മേ. എല്ലാവരെയും വേദനിപ്പിച്ചു. എല്ലാവരുടെയും സ്വസ്ഥതയെ നശിപ്പിച്ചു.
ഭാര്യയെ തിരിച്ചറിഞ്ഞില്ല, പെറ്റ അമ്മയെ തിരിച്ചറിഞ്ഞില്ല. അമ്മ എന്നോട് പൊറുക്കണം. അയ്യോ മോനെ, മോനെ, സ്വന്തം മക്കളെ ശമിക്കാൻ ഒരമ്മയ്ക്ക് സാധിക്കില്ല. ഞാനങ്ങനെ ചെയ്തിട്ടുമില്ല. നിന്റെ വേദന അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? എന്റെ പ്രാണൻ ഉപേക്ഷിച്ചായാലും അമ്മ നിനക്ക് സൗഖ്യം തരും. ഈ വാക്കുകൾ മതി അമ്മേ. ഇതുപോലെ ഞാൻ പ്രതീക്ഷിച്ചതല്ല. മാതാവ് ദൈവം തന്നെയാണെന്നുള്ളത് ഞാൻ മറന്നു. പക്ഷേ വിധി അതെന്നെ പഠിപ്പിച്ചു. ഇനി ഒരിക്കലും എനിക്ക് തെറ്റില്ല. അമ്മയാണ് ദൈവം. അമ്മ തന്നെയാണ് ദൈവം. മോനെ, എവിടുന്ന് കിട്ടും നിനക്ക് ഈ തിരിച്ചറിവ്? ദേശമംഗല ക്ഷേത്രത്തിൽ ഒരു യോഗിനി അമ്മയുണ്ട്. ആ അമ്മയാണ് പ്രതിവിധി നിശ്ചയിച്ചത്. ആ അമ്മയാണ് എന്നെ ഇങ്ങോട്ട് നയിച്ചത്. എങ്കിൽ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം മോനെ. വേണ്ടമ്മേ, ചെയ്ത തെറ്റിന്റെ രൂക്ഷത ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. ഇത് ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടത് തന്നെയാണ്. ഒരു പരിഹാരവും വേണ്ട. മറ്റുള്ളവർക്ക് ഞാനൊരു പാഠമായിരിക്കണം. അമ്മയ്ക്ക് നേരെ കൈ ഓങ്ങുന്നവർക്ക് എന്നത്തേക്കും ഒരു ഉദാഹരണവുമായിരിക്കണം എന്റെ ഈ കാലിന്റെ അവസ്ഥ. വേണ്ട, നിന്നെ അങ്ങനെ ഒരു വിധിക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് വയ്യ. മനസ്സ് തിരുത്തി എന്റെ മകന് ഇനി ഒരുപാട് കാര്യങ്ങൾ തിരുത്താനുണ്ട്. നമുക്ക് ക്ഷേത്രത്തിൽ പോയി ഒന്ന് യോഗിനിയെ കാണാം. അമ്മേ, അമ്മേ. ദേവി, എന്റെ മകൻ കാണിച്ചത് തെറ്റ് തന്നെ. പക്ഷെ അവിടുന്ന് കൊടുത്ത ശിക്ഷയിലൂടെ അവനെല്ലാം പഠിച്ചു. ഇത്രയും കാലം ചെയ്ത ദ്രോഹങ്ങളെല്ലാം ഇനി എന്റെ മോൻ തിരുത്തിക്കോളും. അവന്റെ വേദന മാറ്റിക്കൊടുക്കണേ ദേവി. ഇത് മകന്റെ മുറിവിൽ ധാര കോരിക്കോളൂ. എല്ലാം ശരിയാവും. അമ്മേ, ഭഗവതി, അമ്മേ, 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 ഭഗവതി, ഭഗവതി, അമ്മേ, ഭഗവതി, അമ്മേ, അമ്മേ, ഭഗവതി, ഭഗവതി, അമ്മേ, ഭഗവതി, അമ്മേ, അമ്മേ, ഭഗവതി, അമ്മേ, ഭഗവതി, അമ്മേ, ഭഗവതി, അമ്മേ, ഭഗവതി, അമ്മേ, ഭഗവതി, ഭഗവതി, അമ്മേ, ഭഗവതി, അമ്മേ, ഭഗവതി, അമ്മേ, ഭഗവതി, അമ്മേ, ഭഗവതി, ഭഗവതി, അമ്മേ, ഭഗവതി, അമ്മേ, അമ്മേ, ഭഗവതി, അമ്മേ, ഭഗവതി, അമ്മേ ഭഗവതി, അമ്മേ, ഭഗവതി, രക്ഷിക്കണേ. അമ്മേ, ഭഗവതി, അമ്മേ, ഭഗവതി, അമ്മേ, ഭഗവതി, അമ്മേ. ഇനി ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കെട്ടഴിച്ചോളൂ. അമ്മേ, 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 ഭഗവതി, ഭഗവതി. അമ്മേ, ഭഗവതി, അമ്മേ, അമ്മേ, ഭഗവതി. ഭഗവതി,
ഇരിക്കുന്നു. അങ്ങയുടെ കാല് പഴയതുപോലെ ആയിരിക്കുന്നു. അയ്യോ, അമ്മേ, അമ്മേ. അമ്മേ, അമ്മേ. എല്ലാം യോഗിനി മാതാവ് പറഞ്ഞതുപോലെ സംഭവിച്ചിരിക്കുന്നു. എനിക്കിപ്പോ വേദനയില്ല. അമ്മേ, ദേവി, ഭഗവതി. അമ്മേ, അമ്മേ, ദേവി, ഭഗവതി. അമ്മേ, എന്റെ സമസ്ത അപരാധങ്ങളും പൊറുത്തല്ലോ ദേവി. ദേവി, ഇനി ഈ ജീവിതം മുഴുവൻ ദേവിയുടെ പാതാരബിന്ദങ്ങളിൽ അഭയം നൽകണേ ദേവി. അമ്മയെ നിഷേധിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് നിഷേധിക്കുന്നത്. അത് മനസ്സിലാക്കാൻ ഈ മകൻ അല്പം വൈകിപ്പോയി. പിടിച്ചെടുത്തതെല്ലാം തിരിച്ചു കൊടുക്കണം. വേദനിപ്പിച്ചവരോടെല്ലാം മാപ്പ് പറയണം. കയ്യിലുള്ളവ കൊണ്ട് സഹായിക്കുന്നവരെ മുഴുവൻ സഹായിക്കണം. എന്നിട്ട് ഇനി ഈ ജന്മം മുഴുവൻ അമ്മയുടെ പാദം പൂജിക്കണം. ഇനി ചക്രപാണിയുടെ ജീവിതം അതിനാണ്. പഞ്ചമി തമ്പുരാട്ടി, എല്ലാത്തിനും മാർഗം പറയുന്ന ആ യോഗിനി മാതാവ് എവിടെ? എനിക്ക് നന്ദി പറയണം. കർമ്മങ്ങൾ ചെയ്യാനുള്ള വഴികാട്ടുക മാത്രമാണ് യോഗിനി മാതാവ് ചെയ്യുന്നത്. കർമ്മം ചെയ്യേണ്ടതും അതിന്റെ ഫലം അനുഭവിക്കേണ്ടതും നമ്മൾ തന്നെയാണ്, അല്ലേ തിരുമേനി? അതെ, എല്ലാം ഭഗവതിയുടെ മായാവിലാസങ്ങൾ. അമ്മേ, അമ്മേ ഭഗവതി. അമ്മേ, ഭഗവതി. അമ്മേ, ഭഗവതി. അമ്മേ.